വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മഹാദൗത്യം അഥവാ ഗ്രേറ്റ് കമാൻഡ് എന്നറിയപ്പെടുന്ന ഈ തിരുവചനം അനുസരിച്ച് ഓരോരുത്തർക്കും സുവിശേഷം പ്രസംഗിക്കുവാൻ കടമയുണ്ട് എന്നതോർക്കണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 15-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കഴിഞ്ഞു പോകുന്ന എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളോട് ഒരു വാക്ക്. ബാല്യകാലം മുതലേ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി ജീവിച്ചിരുന്ന എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറെ കാലം സമാധാനം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. സന്തോഷമുണ്ടായിരുന്നില്ല. ഉറക്കമില്ലാതിരുന്ന നാളുകളായിരുന്നു ഏറെയും. പക്ഷേ 20ഓളം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് യേശുവിനെ അറിയാൻ ഇടവന്ന നാൾ മുതൽ എനിക്ക് സമാധാനം കൈവരിക്കാൻ സാധിച്ചു, സന്തോഷം അനുഭവിക്കാൻ സാധിച്ചു. സാമ്പത്തിക പരാധീനതയായിരുന്നു എൻ്റെ ജീവിതത്തിലെ സമാധാനക്കേടിൻ്റെ പ്രധാന കാരണം. ഒരിക്കൽ യേശുവിനെ അറിഞ്ഞ ആ നാളിൽ ഞാൻ പോട്ട ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധ്യാനഗുരു ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കനമ്പറമ്പിൽ അച്ഛൻ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ദർശനം അനൗൺസ് ചെയ്യുകയുണ്ടായി. അതിപ്രകാരമായിരുന്നു: ഭീമമായ കടബാധ്യതയുമായി വന്നിരിക്കുന്ന തോമസിനെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു എന്ന്. എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, അന്നു മുതൽ ഈ നിമിഷം വരെ അത്തരത്തിലുള്ളൊരു സമാധാനക്കുറവോ സന്തോഷമില്ലായ്മയോ എനിക്കുണ്ടായിട്ടില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനം നമ്മോട് പറയുന്നു: ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരുവൻ അവൻ്റെ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും എന്ന്. ഈ തിരുവചനത്തിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ടും നമ്മുടെ ജീവിതം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ആണ് പ്രധാനപ്പെട്ടത് എന്ന് കരുതി മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ആത്മാവിൻ്റെ രക്ഷയും അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ഈ ഭൗതിക ജീവിതത്തിൻ്റെ ആവശ്യകതകൾ എല്ലാം അറിയുന്ന ദൈവം അവയെല്ലാം നമുക്ക് തരും എന്ന് എനിക്കുത്തമ ബോധ്യമുണ്ട്. അത് ഞാൻ നിങ്ങൾക്കും പകർന്നു തരുന്നു. ദൈവം നിങ്ങളേവരെയും സമാധാനം അനുഭവിക്കാൻ പ്രാപ്തരാക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഉത്ബോധിപ്പിക്കുന്നു.